രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ രാമായണ യാത്ര എന്ന പാഠഭാഗത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ നിന്നും പിന്നീട് യാത്ര പുറപ്പെടുന്ന ശ്രീരാമചന്ദ്രൻ വാൽമീകി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഉത്ഥാനവും ചെയ്തുഷസി മുനീവരർ പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയും ഉത്തിര്യാതാപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്വിജകീർണം മനോഹരം ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലാദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനീകുലസത്വമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. ഇവിടെ നോക്കൂ, ഈ ഭരദ്വാജാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട രാമലക്ഷ്മണന്മാര് പിന്നെ നേരെ പോകുന്നത് വാൽമീകിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ചിത്രകൂടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ പറയുന്നത് വെച്ചാൽ അവിടെ നാനാ മുനികുല സങ്കുലം കേവലം എന്ന് പറഞ്ഞു വെച്ചാൽ പല തരത്തിലുള്ള മുനിമാരുടെ കുലങ്ങളിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ആരാധനയും അല്ലെങ്കിൽ ആചാരവും ഒക്കെയുള്ള നിരവധി തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുനിമാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ആ കൂട്ടത്തിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ അവിടെ യഥേഷ്ടമുണ്ട്. അത്രയും മനോഹരമായിട്ടൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഉത്തമ വൃക്ഷലതാപരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനീകുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. അവിടെ നിരവധി തരത്തിലുള്ള ലതാദികളെ കൊണ്ട് പരിശോഭിതമായിട്ടുള്ള കണ്ണിന് ആനന്ദമാകുന്ന തരത്തിലുള്ള നിരവധി വൃക്ഷങ്ങളും വള്ളികളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നു എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ചെടികളുണ്ട്, മരങ്ങളുണ്ട്. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിരവധി പൂക്കളും കായ്കളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടോ അങ്ങനെ അവിടെ എത്തിയ ശ്രീരാമചന്ദ്രൻ അതിനിടയിൽ വിരാജിക്കുന്ന വാൽമീകിയെ കണ്ട് കാൽക്കൽ നമസ്കരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അവസരത്തിൽ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പ സുന്ദരമിന്ദിവരേക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരവീ വന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണ നിപൂണം ജടാമഗൂഢോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ. കാൽക്കൽ നമസ്കരിച്ച ശ്രീരാമനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ അവസരത്തിൽ വാൽമീകി ആ കോമള രൂപത്തെ നോക്കി കാണുകയാണ്. മോഹനരൂപനും ആര് കണ്ടാലും ആകർഷിക്കപ്പെടുന്ന ശരീരത്തോടൊത്തവനായ ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ
സാക്ഷാൽ ഇന്ദ്രാദി ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനായ ശ്രീരാമനെ കണ്ടപ്പോൾ, എല്ലാ ലോകങ്ങളെയും സംരക്ഷിക്കുന്നതിൽ സമർത്ഥനായ ശ്രീരാമനെ കണ്ടപ്പോൾ ശാപബാണങ്ങൾ അണിഞ്ഞ് ജടകൾ അണിഞ്ഞ് സീതാ ലക്ഷ്മണ സമേതം നിൽക്കുന്നത് കണ്ട് സാക്ഷാൽ വാൽമീകി മഹർഷിക്ക് ആനന്ദ കണ്ണീര് വന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താ? അതാണ് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത്. ആ ശ്രീരാമന്റെ മനോഹരമായ രൂപം കണ്ടപ്പോൾ വാൽമീകി എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിൽ ആറാടി എന്ന് പറയുന്നു. ഇതിലൊക്കെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കുന്നേ ഉള്ളൂ. എന്താണെന്ന് നോക്കാം. ബാണതൂണീരധനൂർധരം വിഷ്ടപത്രാണ നിപൂണം ജഡമകുടോജ്വലം ജാനകി ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തന്തിരുമേനി കാടം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തി പൂണ്ടർഘ്യപദ്യാദികൾ കൊണ്ടതാ മുക്തിപ്രധാനായ നാഥനും സാദരം. പക്വ മധുര മധുഫല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു. ആ ശ്രീരാമന്റെ കോമള രൂപം കണ്ടപ്പോൾ ആനന്ദ കണ്ണീര് തൂകിക്കൊണ്ട് ഈ വാൽമീകി മഹർഷി ശ്രീരാമനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ തന്നെ കോമള രൂപമാണ്, അതേ വിഗ്രഹമാണ് തൻ്റെ മുന്നിലുള്ളത് എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ആ വാൽമീകി മഹർഷി ആ ശ്രീരാമന് വേണ്ടുന്ന പൂജാ വിധികളൊക്കെ ചെയ്തു. കാല് കഴുകിക്ക, അതിൻ്റെ കാല് തുടച്ച് സ്വീകരിച്ച് ഒരു സ്ഥലത്തിരുത്തി അവർക്ക് വേണ്ടുന്ന പാനീയവും ഭക്ഷണവും ഒക്കെ, അതും ഭക്തിയോടെ ഒരു ദേവന്റെ മുമ്പിൽ, ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒരു പൂജാരി എങ്ങനെയാണോ സമർപ്പിക്കുന്നത് അതേ ഭാവത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ആ നാരായണ വിഗ്രഹമായിട്ട് ശ്രീരാമചന്ദ്രന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. താതാത്മയാം വനത്തിന്നു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ. ഞാൻ അച്ഛൻ്റെ ആജ്ഞപ്രകാരം വനത്തിലേക്ക് പുറപ്പെട്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഒന്നിച്ച് ആ വനത്തിലേക്ക് പുറപ്പെടുമ്പോൾ സീതയും സഹോദരനും എന്നോടൊപ്പം വന്നത്. പക്ഷെ ആ വിഷയം ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അങ്ങക്കെല്ലാം അറിയാം. കാരണം വേദാന്തങ്ങളെല്ലാം അറിയുന്ന വേദാന്തിയായിട്ടുള്ള അങ്ങയ്ക്ക് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാലോ എന്ന് ശ്രീരാമചന്ദ്രൻ വാൽമീകിയോട് ചോദിക്കുകയാണ്. യാതൊരേടത്തു സുഖേനെ വസിക്കാവും സീതയോടുകൂടി എന്നരുൾ ചെയ്യണം. ഈ ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനേ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തീ വണ്ണം അരുൾ ചെയ്തു. ഇവിടുന്ന് ചെറിയൊരു തത്വം നമുക്ക് പറയാൻ പോവാണേ. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശ്രീരാമചന്ദ്രൻ വാൽമീകിയോട് ചോദിക്കുകയാണ്, അങ്ങയെപ്പോലെയുള്ള മഹാന്മാരിരിക്കുന്ന സ്ഥലം വളരെ 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 ക്ഷേമമുള്ളതാണ്. അത് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. പുണ്യാത്മാക്കൾ ഇരിക്കുന്ന സ്ഥലം. അതല്ലേ പറയുന്നത്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ആ മുല്ല വീണ് കഴിഞ്ഞാൽ, മുല്ലപ്പൂവ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ വീഴുന്ന കല്ലിന് പോലും ഒരു സുഗന്ധം ഉണ്ടാകും എന്നർത്ഥം. ഇവിടെ വാൽമീകി എന്ന് പറയുന്ന മഹാനുഭാവന്റെ ആശ്രമ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ പോലും പുണ്യാത്മാക്കളായി തീരും എന്നാണ് പറയുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ആൾക്കാർ ചിന്തിക്കേണ്ട വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളെ ആരോടൊപ്പമാണ് വിടേണ്ടത്?
നമ്മൾ ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടതെന്ന് ഓരോ ആൾക്കാരും ചിന്തിക്കണം. കാരണം ശ്രേഷ്ഠന്മാരോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ ആ ശ്രേഷ്ഠത നമ്മൾക്കും ഉണ്ടാകും, അതിൻ്റെ ഗുണം നമുക്കും ഉണ്ടാകും. എന്നാൽ ദുഷ്ടന്മാരോടും മദ്യപാനികളോടും ലഹരി ഉപയോഗിക്കുന്ന ആളോടൊക്കെ ചേർന്നാണ് നമ്മൾ വസിക്കുന്നെങ്കിൽ അതിൻ്റെതായ ഗുണമായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക. അവിടെ ശ്രീരാമചന്ദ്രൻ വളരെ വ്യക്തമായി പറയുകയാണത്. സമൂഹത്തിൽ ദോഷം ചെയ്യുന്ന തീവ്രവാദികളോടൊപ്പം വെറുതെ സംസാരിച്ചെന്നിരിക്കട്ടെ, ആ സംശയത്തിൻ്റെ പേരിൽ നമ്മൾ സംസാരിച്ചു, അപ്പോൾ ഏതെങ്കിലും CC ക്യാമറയിൽ കണ്ടുവന്നിരിക്കട്ടെ, അപ്പോൾ അയാളാണ് ആ തീവ്രവാദി അവിടെ ഒരു ബോംബ് വെച്ചതാണെങ്കിൽ ആദ്യം പിടിക്കൽ നമ്മളെ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ അവരായിട്ട് സംസാരിച്ച് ഇത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ അവരായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ദുരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആളപ്പരം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലം നമുക്കും ഉണ്ടാവും. ഏതെങ്കിലും പുണ്യാത്മാക്കളുമായി ബന്ധം ചേർന്ന് അവരോട് സ്നേഹത്തോട് ബഹുമാനത്തോട് ആദരവോടുകൂടി അവരോട് ഒട്ടിച്ചേർന്ന് നടക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പുണ്യങ്ങൾ ഇവർക്കും വന്നു ചേരും എന്നാണ് പറയുന്നത്. കാരണം അവരുടെ സ്വഭാവ മഹിമകൾ ഇവർക്കും ഉണ്ടാകും. അപ്പോൾ മക്കളെ എന്ത് വേണം, നല്ല നല്ല കൂട്ടുകെട്ടിൽ മാത്രമേ വിടാവൂ. എൻ്റെ മക്കള് ആരോടാണ് കൂട്ടുചേരുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഓരോ ആൾക്കാരും. എന്നിട്ട് വേണം നമ്മുടെ മക്കളെ അവരോടൊപ്പം വിടാൻ വേണ്ടിയിട്ട്. ഇല്ല എങ്കിൽ നമ്മുടെ മക്കളും നാളെ നമുക്ക് ശത്രുക്കളായി തീരുന്ന ഒരു ഘട്ടമാകും എന്നർത്ഥം. ഏതായാലും ഈ കാര്യം കേട്ടപ്പോൾ വാൽമീകി മഹർഷി പറയുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു, ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാലെന്തു ചൊല്ലാവതും. നോക്കൂ, ഇവിടെ വാൽമീകി മഹർഷി പറയുന്നത് എന്താണെന്നറിയോ? ശ്രീരാമൻ പറഞ്ഞു എനിക്ക് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇവിടെ വസിക്കണമെന്നുണ്ട്, അപ്പോൾ അതിന് നല്ലൊരു സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, സർവ്വലോകങ്ങളും നിന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. ഇത് കൃത്യമായിട്ട് വേദാന്ത തത്വമാണ്. സർവ്വലോകത്തിലും നീയും വസിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ കുറച്ച് വേദാന്താണ്, കുറച്ച് വിഷമമുണ്ടാവും മനസ്സിലാക്കാൻ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് എന്ന് ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞു. ആ ചൈതന്യം പോകുമ്പോഴാണല്ലോ നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. ആ ചൈതന്യം വെളിയിലേക്ക് പോകുമ്പോൾ, ആ സത്ത് വെളിയിലേക്ക് പോകുമ്പോൾ സത്ത് പോയി അല്ലെങ്കിൽ സത്തുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ആത്മാവിനെ നമ്മൾ വിളിക്കുന്നു ജീവാത്മാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ആത്മാവിനെ പരമാത്മാവെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പരമാത്മാവിൽ നിന്നും അല്പം ഒരംശം ജീവാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ഒരു അംശം ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ ശരീരത്തിന് ചലനമുണ്ടാകുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു ഫാൻ ഫിറ്റ് ചെയ്തു. നമ്മുടെ വീട്ടിൽ മൊത്തമായിട്ട് എല്ലാ സ്ഥലത്തും കറണ്ട് ഉണ്ട്, പക്ഷെ ആ ഫാനിലേക്ക് കറണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യും, ആ കറണ്ട് ആ ഫാനിൻ്റെ ഇതിലേക്ക് കണക്ഷൻ കൊടുത്ത് ആ സ്വിച്ച് ഇടുമ്പോഴെന്താവും, ആ ഫാൻ കറങ്ങും. ഏതവസരത്തിലാണോ ആ കറണ്ട് അവിടെ വിച്ഛേദിക്കുന്നത്, ആ സമയത്ത് അവിടെ നിശ്ചലമാകും. അപ്പോൾ ഇവിടെ ആ ഫാനിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ആ വീട്ടിൽ മൊത്തമായിട്ടുള്ള ആ കറണ്ടിൻ്റെ ഒരംശം ആ ഫാനിലേക്ക് പോകുമ്പോഴാണ് അത് ചലിക്കുന്നത്. ഇതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം ഏതെങ്കിലും ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ ശരീരം ചലിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ശ്രീരാമൻ എന്ന് പറയുന്ന ആ ശരീരം, ശ്രീരാമൻ്റെ ആ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിലുള്ളത് എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം തന്നെയാണ്. അത് ഈ രാമായണ വായന കേൾക്കുന്ന, വായിക്കുന്ന എല്ലാ വ്യക്തികളിലും ഈ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചൈതന്യവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളത് അവിടെയുണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ഇവിടെ അങ്ങ് എവിടെയാണോ വസിക്കുന്നത്, സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു. നിന്റെ ഉള്ളിലുള്ളത്, നിന്റെ ഉള്ളിൽ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ടല്ലോ, ആ ചൈതന്യം എല്ലാ ലോകത്തുമുണ്ട്, അത് നമ്മുടെ ഉള്ളിലുമുണ്ട്. അതോടൊപ്പം എല്ലാ ലോകത്തും നമ്മളും ഉണ്ട്. സർവ്വലോകങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ആ സർവ്വലോകത്തും നമ്മുടെ ചൈതന്യമുണ്ട്. അപ്പോൾ ആ ചൈതന്യം എൻ്റെ ഉള്ളിലുമുണ്ട്, ആ ചൈതന്യം വെളിയിലുമുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സർവ്വലോകങ്ങളും നിന്നിൽ വസിക്കുന്നു, സർവ്വലോകത്തിലും നീയും വസിക്കുന്നു
എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള അങ്ങയ്ക്ക് താമസിക്കുവാനുള്ള സ്ഥലം ഞാൻ എങ്ങനെയാണ് പറയുക എന്ന്. വളരെ വലിയൊരു വേദാന്ത തത്വമാണ്. ഇതൊരു സ്ഥലം നിങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയ്ക്ക് ഞാൻ എവിടെയാണ് സ്ഥലം പറഞ്ഞു തരേണ്ടത്? അത് നമ്മുടെ മനുഷ്യന്മാരായ സാധാരണക്കാരായ എല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് വെളിയിൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ചെന്ന് ചേരുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ചൈതന്യത്തിലേക്ക് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള വേദാന്ത തത്വമാണ് ഇവിടെ പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. മുന്നേ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ നിന്നും വെള്ളം കോരി, ഒരു കിണറിൽ നിന്നും വെള്ളം കോരി എടുക്കുന്നു. വെള്ളം കോരി എടുക്കുമ്പോൾ ആ ബക്കറ്റ് വെള്ളം എന്ന് നമ്മൾ പറയും. അത് പക്ഷെ മുകളിലേക്ക് എത്തുമ്പോൾ പിടിവിട്ട് നമ്മൾ താഴേക്ക് പോകുന്നു. താഴേക്ക് പോകുമ്പോൾ ഈ വെള്ളം എവിടത്തേക്ക് ലയിക്കുന്നത്? വീണ്ടും ആ കിണറിലെ വെള്ളത്തിൽ ലയിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ആത്മതത്വത്തിനെ ഒരു ശരീരത്തിലേക്ക്, ഇപ്പം എൻ്റെ ശരീരമാവാൻ മറ്റേതെങ്കിലും ശരീരത്തിൽ കോരിയെടുക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും എപ്പെങ്കിലും ഈ ആത്മാവ് വെളിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ കിണറാകുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് വീണ്ടും ലയിക്കുന്നു എന്നാണ് ഇവിടെ വാൽമീകി മഹർഷി പറഞ്ഞിട്ടുള്ളത്. നോക്കാം. സീതാസഹീതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടേ സ്വാന്തം നിനക്കോ സുഖവാസമന്ദിരം. ഏതായാലും അങ്ങ് ചോദിച്ചു എവിടെയാണ് വസിക്കേണ്ടതെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അതിന് കൃത്യമായ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നാലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാനൊരു മറുപടി പറയാം എന്നാണ് പറയുന്നത്. എന്താണ്? ഇവിടെ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ഉള്ള നിരവധി ജന്തുക്കളുണ്ട്. അവർ ആർക്കും ദ്വേഷമുണ്ടാക്കാതെ, ദോഷമുണ്ടാക്കാതെ ശാന്തരായി, എല്ലാവരെയും സ്നേഹിച്ച് ശാന്തരായി നിന്നെ മാത്രം ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും ഉള്ളത് എന്ന ചിന്തയോടുകൂടി എല്ലാ ജന്തുക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അവരുടെ ഉള്ളിലാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അവിടെയാണ് അങ്ങ് വസിക്കേണ്ടത് എന്ന് പറയുന്നു. എന്ന് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള എല്ലാ സർവചരാചരങ്ങളെയും ഈശ്വരനായി കാണാൻ പറ്റുന്ന അവരുടെ ഉള്ളിലേക്കാണ് ശാന്തരായിട്ട് അങ്ങയെ തന്നെ ചിന്തിക്കുന്നു. എല്ലാം ഈശ്വരനാണ് എന്നുള്ള ചിന്തയോട് നിൽക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് അങ്ങ് വസിക്കേണ്ടതെന്ന് വാൽമീകി പറയുന്നു. പിന്നെയോ, നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്നു മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനാ പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാസ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പുവിലോർക്കിലോ ദേഹത്തിനേയുള്ളു. ക്ഷുത്രുഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിൽ ആത്മാവിനില്ലേതും. ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം
യാതൊരുത്തൻ ഭവന്തം പരം ചിൽഗനം വേദസ്വരൂപമനന്തമേകം സദാ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമസൃഷ്ടി സ്നേഹത്തോടും സമസ്ത നിർവികാര ചിന്തയോടും ഭക്തിപൂർവം അങ്ങയെ ഭജിക്കുന്നവരുടെ ഹൃദയത്തിൽ എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ കഴിയുന്നതാണ് അവർ. സമസൃഷ്ടി, എല്ലാത്തിനും ഒരുപോലെ കാണാൻ കഴിയുന്ന മനസ്സോടുകൂടി ചിന്തിക്കുന്നവർ, അതുപോലെ അങ്ങയെ എല്ലാ സമയത്തും ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ ഭജിക്കുന്നവർ, അവിടെ അങ്ങേക്ക് വസിക്കാൻ വളരെ അനുയോജ്യമാണ് എന്ന് പറയുന്നു. എന്നിട്ടോ നിത്യധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിലും നിനക്ക് വാഴാവുന്നതാണ്. അതെന്താ എല്ലാവരും സംശയം വരുന്നത്? നിത്യധർമ്മങ്ങൾ, നമ്മൾ ഓരോ ദിവസവും പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ കർമ്മമാണ്, ധർമ്മമാണ്. എന്നാൽ അത് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ എന്താണത്? കാരണം നമ്മളൊക്കെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും, അല്ലെ പാപം കിട്ടും എന്നുള്ള ചിന്ത നമുക്കുണ്ട്. പലരും ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, ഒരാൾക്കൊരു സഹായം ചെയ്യുന്നു, ഒരാൾക്കൊരു അപകടത്തിൽ പെടുമ്പോൾ രക്ഷിക്കുന്നു, ഇതൊക്കെ നമുക്ക് എന്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷ? നമുക്ക് പുണ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. അതേസമയത്ത് ആരെങ്കിലും ദ്രോഹിക്കുകയോ മറ്റുള്ളവരെ മാനസികമായി വിഷമിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പാപമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പുണ്യപാപങ്ങളെക്കുറിച്ച് ചിന്തയാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ, നമ്മൾ നിത്യധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഫലേച്ഛ കൂടാതെ നമ്മൾ ചെയ്യണം. അതല്ലാതെ എനിക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്ന് ചെയ്യുന്ന ആ ധർമ്മങ്ങളെല്ലാം തന്നെ നമുക്ക് വീണ്ടും ഇവിടെ ജന്മം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. പുണ്യത്തിനനുസരിച്ച് പുണ്യജന്മങ്ങളും പാപത്തിനനുസരിച്ച് വീണ്ടും പാപജന്മവും നമുക്കുണ്ടാകുന്നു. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇത്തരം മോഹങ്ങളോടുകൂടിയുള്ള ജീവിതം ഉണ്ടാവരുത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ അധർമ്മങ്ങൾ ഒരിക്കലും പാടില്ല. അധർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ദുഷ്ടതയിലേക്കാണ് എത്തിച്ചേരുക. കാരണം അപ്പോൾ അധർമ്മങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളില്ലാത്തത് അല്ല, അതുപോലെ തന്നെ നിത്യധർമ്മങ്ങളും അധർമ്മങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായി നിന്നെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു ഫലേച്ഛയും കൂടാതെ ഇതെല്ലാം ഈശ്വരനാണ് എന്നുള്ള ചിന്തയോടുകൂടി അവർക്ക് വേണ്ടുന്ന സേവ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിലും അങ്ങേക്ക് വസിക്കാവുന്നതാണ് എന്നിവിടെ പറയുന്നു. കൂടാതെ ശാന്തരായിട്ടുള്ള അഹങ്കാരികളല്ലാത്ത രാഗദ്വേഷങ്ങളെല്ലാം അകന്ന, അങ്ങനെ ഉണ്ടല്ലോ അഷ്ടരാഗങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അകറ്റി നിർത്തി കാമവുമില്ല, മോഹവുമില്ല, ലോഭവുമില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മനസ്സ്, ഒന്നിനോടും ആഗ്രഹമില്ലാത്ത ശാന്തന്മാരായിട്ടുള്ള അവരുടെ ഉള്ളിലും അങ്ങേക്ക് വസിക്കാവുന്നതാണ്. അതിൻ്റെ അടുത്ത് പറയുകയാണ് എന്താണെന്നറിയോ? ഈ ചില ആൾക്കാർക്ക് സ്വർണം കണ്ടാൽ വളരെയേറെ ആർത്തി ഉണ്ടാകും, താല്പര്യമുണ്ടാകും. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് അതല്ലാതെ ഇപ്പം മൺകട്ടയോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? അതുകൊണ്ട് ഗുണമില്ല എന്നുള്ള ചിന്തയാണ്. മണ്ണും കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വർണവും പണവും കാണുമ്പം ആർത്തി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാത്ത ആൾക്കാർ മൺകട്ട കണ്ടാലും സ്വർണം കണ്ടാലും അതിനോടൊരു താല്പര്യമില്ല. കാരണം എന്താ? ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും ഞാൻ കൊണ്ടുപോകേണ്ടതല്ല, ഇതിനൊന്നും എനിക്ക് മോക്ഷം നൽകാൻ കഴിയില്ല എന്നുള്ള ചിന്തയോട് പ്രവർത്തിക്കുന്നവർക്ക് ഇതൊന്നും ഒന്നുമേ അല്ല. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും മതിമറന്ന് ആഹ്ലാദിക്കുകയും അതിപ്പോൾ ദുഃഖം വരുമ്പോൾ അത് നമുക്ക് തലക്കടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിലല്ല ഈശ്വരൻ ഉണ്ടാവുക. ഈ സന്തോഷവും ഈ ദുഃഖവുമൊക്കെ ശാശ്വതമല്ല. ഇത് ഒന്ന് മാറി ഒന്ന് വന്നുകൊണ്ടിരിക്കും. ഇതിന് എന്നെ ബാധിക്കില്ല, ഈ ദുഃഖമൊന്നും എന്നെ ബാധിക്കില്ല, ഈ സന്തോഷമൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന ചിന്തയോടുകൂടി എല്ലാത്തിനെയും സമദൃഷ്ടിയോട് കാണാൻ കഴിയണം നമ്മൾക്ക് എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള അന്തസത്ത. അതാണ് എല്ലാത്തിനും ഒരുപോലെ കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലും എന്തുണ്ട്? ഈ ഈശ്വരൻ വസിക്കും എന്നാണ് പറയുന്നത്. വെച്ചാൽ അവരുടെ മനസ്സിലാണ് ശരിയായ സന്തോഷമുള്ളത്. അവിടെയാണ് രാമ നിനക്ക് വസിക്കാൻ ഏറ്റവും ഉത്തമം എന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ദേവന് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടി ആർക്കാണോ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ സന്തുഷ്ടരായിട്ട് സന്തോഷത്തോട് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ, ഒരു പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അത് ഈശ്വരന് കൊടുക്കുകയാണെന്ന് ചിന്ത. ഒരാൾ അപകടത്തിൽപ്പെട്ടു, നമ്മൾ ഓടി വന്ന് അവരെ പരിചരിക്കുമ്പോൾ ഇത് ഞാൻ ഈശ്വരന് വേണ്ടി ചെയ്യുന്ന സേവയാണ്, ഈശ്വരൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്, എനിക്കൊരു അവസരം തന്നിട്ടാണുള്ളത് ഇവരെ ശുശ്രൂഷിക്കാൻ എന്ന ചിന്തയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ?
അപകടത്തിൽപ്പെടുന്ന ആൾക്കാരെ, ഒരാൾ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്, അതിനെനക്കൊരു അവസരം തന്നിട്ടാണുള്ളത് എന്ന ചിന്തയോടുകൂടി ഒരു സേവാർത്ഥമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയാണ് ഭഗവാന്റെ വാസയോഗ്യമായ സ്ഥലം എന്ന് പറയുന്നു. ദുഃഖം വരുമ്പോൾ സങ്കടപ്പെടാൻ പാടില്ല, സുഖം വരുമ്പോൾ സന്തോഷിക്കാതെ എല്ലാം സമഭാവനയോടുകൂടി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഉത്തമമായി എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നുകൂടി എടുത്തു പറയുന്നു, എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജനനം നടക്കുന്നു. ആ ജനന സമയത്തും അവിടെ നിന്നും വളർന്ന് ശൈശവത്തിലേക്ക് കടക്കുന്നു, പിന്നീട് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ലേ? എന്നാൽ ഈ അവസരത്തിലെല്ലാം മനസ്സ് ഈശ്വരങ്കിൽ അർപ്പിച്ച ആൾക്കാർക്ക് ആത്മാവിനോ മനസ്സിനോ ഒരു മാറ്റവും ഉണ്ടാവില്ല. ആത്മാവിന് ഒരു മാറ്റവും ഇല്ല. ആത്മാവ് എപ്പോഴും ഒരുപോലെയാണ്. ശരീരത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ബോധം നമ്മുടെ മനസ്സിനുണ്ടാകണമെന്നാണ് പറയുന്നത്. ഒരു പ്രായത്തിൽ നിന്ന് മറ്റൊരു പ്രായത്തിലെത്തുമ്പോൾ നമുക്ക് ജര വരും, നര വരും, അല്ലെങ്കിൽ നമുക്ക് രോമങ്ങൾ വളരും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിത്യമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിന് ഒരു മാറ്റവുമില്ല. അതാണ് ആ ഈശ്വരൻ എന്ന ചിന്തയോടുകൂടി നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതിലൊന്നും സങ്കടപ്പെടാതെ, അതിലൊന്നും സന്തോഷിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് ഈശ്വരനുള്ളത്. എല്ലാ ഭാവങ്ങളെയും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയണം എന്ന് മാത്രം. ഇനി എന്താ പറയുന്നത് നോക്കാം നമുക്ക്. വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാഥാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധരം സർവഗതം പരമാത്മാനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദാസീനമാത്മനാം കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാൽപജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ സന്തതാമഭ്യാസദൃഢീകൃത ചേതസാം സന്തതം തുൽപാദസേവരാദാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയായി ചിന്തിത ചിന്താമണേ ദയാവാരിതേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതൂമല്ലോ. ഇവിടെ പറയുന്നത് ജഗൽകാരണനും അതോടൊപ്പം വേദസ്വരൂപനും നാഥാന്തരൂപനും ആയിട്ടുള്ള ഭഗവാനെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നവർ, അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് സീതാസമേതനായി വാഴേണ്ടത് എന്ന് പറയുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേദസ്വരൂപം. വേദമാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ. ആ വേദത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് എന്താണ്? വേദത്തിലെല്ലാം ശ്രേഷ്ഠമായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു രൂപമാണ് സാക്ഷാൽ ഈശ്വരൻ. ഈശ്വരൻ്റെ ഒരു രൂപമാണ് വേദം എന്നുകൂടി നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആ വേദസ്വരൂപനായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നാദസ്വരൂപനാണ്. എന്താ നാദസ്വരൂപനാണെന്ന് പറയുന്നത്? നമുക്കറിയാം, പ്രപഞ്ചമുണ്ടാകുമ്പോൾ ആദ്യമുണ്ടായത് ശബ്ദമാണ്. ആ ശബ്ദം ഓംകാരമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഓംകാരം എന്ന് പറയുന്നതും ഈ ഈശ്വരൻ തന്നെയാണ്, ഈ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ രൂപമായിരുന്നു എന്നാണ് നാദസ്വരൂപൻ. ആ ശബ്ദത്തിലൂടെ നമ്മൾ ആദ്യം ഭഗവാനെ തിരിച്ചറിയുന്നത്. പിന്നെയാണ് ശരീരരൂപത്തിൽ നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത്. ആദ്യം തിരിച്ചറിഞ്ഞത് ഈ നാദരൂപത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം ഭഗവാൻ, ഇവിടുത്തെ ശബ്ദവും അതുപോലെ ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും ഭഗവാൻ തന്നെയാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് സീതാസമേതനായി അങ്ങ് വസിക്കേണ്ടത്. ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിത്യേനയുള്ള യോഗാഭ്യാസം, നിത്യേനയുള്ള ധ്യാനത്തിലൂടെ ഏകാഗ്ര ചിത്തതയോടുകൂടി കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ സാധ്യമാകും സാധാരണക്കാർക്ക്. എന്ത് വേണം? നിത്യേനയുള്ള, നമ്മൾ പൂജാമുറിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നില്ലേ? പൂജാമുറിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്പസമയം ഒന്ന് ധ്യാനിക്കുക. എങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ രൂപം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക.
ഇതൊന്നു മാത്രമല്ല, നമ്മൾ നിത്യേന പല നാമങ്ങളും ഉച്ചരിക്കുന്നില്ലേ? ഈ ഉച്ചരിക്കുന്ന നാമങ്ങൾ ചില ആൾക്കാർ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം ഒക്കെ മനഃപ്പാടമാക്കിയില്ലേ? അതൊക്കെ എങ്ങനെയാണ് അവർക്ക് സാധ്യമായത്? അവരുടെ ഏകാഗ്രത കൊണ്ടാണ്. അപ്പോൾ ഏകാഗ്രതയിൽ അവരത് മുഴുവൻ പഠിച്ചെടുത്തെങ്കിൽ അതേ ഏകാഗ്രത കൊണ്ട് ആ ഈശ്വരനെ കാണാൻ കഴിയണം എന്നാണ് പറയുന്നത്. കാരണം എല്ലാ സർവ്വചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്നുള്ള ചിന്ത അവർക്ക് ആ ഏകാഗ്രതയിലൂടെ നേടിയെടുക്കാൻ കഴിയണം. ഒരു ശബ്ദം കേൾക്കുമ്പോൾ പോലും അത് ഈശ്വരീയമാണ് എന്ന ചിന്ത, അതാണ് ശ്രേഷ്ഠത. അവിടെയാണ് സീതാസമേതനായി അങ്ങക്ക് വാഴാൻ ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നറിയോ? നിന്റെ പാദങ്ങളെ എപ്പോഴും സേവിക്കുന്നവരും നിന്റെ നാമം എപ്പോഴും ജപിക്കുന്നവരും സന്തുഷ്ട മനസ്കരായി ഭക്തന്മാരുടെ മനസ്സിലും നീ അന്തർഗതനായി വസിക്കും. ഇവിടെ ഈ പറഞ്ഞതിനുള്ള ചുരുക്കമായിട്ടാണ് പറയുന്നത്. എന്താണ് നിന്റെ നാമം ഉച്ചരിക്കുന്നത്? കാരണം എന്താ, നമ്മൾ ഓരോ ആൾക്കാരുടെ പേര് വിളിക്കുന്നില്ലേ? നമ്മളെ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ എത്രയാ? ആയിരക്കണക്കിന് നാമങ്ങളാണ്. അപ്പോൾ ആ സഹസ്രനാമം ഉച്ചരിക്കുമ്പോൾ ഇപ്പോൾ വിനോദ് എന്ന് വിളിക്കുന്നു, വത്സൻ എന്ന് വിളിക്കുന്നു, നാരായണൻ എന്ന് വിളിക്കുന്നു, കല്യാണി എന്ന് വിളിക്കുന്നു, ഇതെല്ലാം എന്താണ്? ഈശ്വരി തന്നെയാണ്, ഈശ്വരൻ തന്നെയാണെന്നൊരു ചിന്ത. അതാണ് എല്ലാ നാമത്തിലും ആ ഈശ്വരനെ കാണാൻ കഴിയുന്നു എന്നർത്ഥം. അതോടൊപ്പം എല്ലാ രൂപത്തിലും നിന്നെയാണ് കാണാൻ കഴിയുന്നത്, ഈശ്വരനെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ നീ എന്തായിരിക്കണം? നിറഞ്ഞു നിൽക്കണം. അവിടെയാണ് നിനക്ക് വസിക്കാൻ ഉത്തമമെന്ന് വാൽമീകി മഹർഷി ആരോട് പറയുന്നു? സാക്ഷാൽ ശ്രീരാമചന്ദ്രനോട് പറയുന്നു. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനാ അത് പറയേണ്ട ആവശ്യം? കാരണം എല്ലാം അങ്ങേക്കറിയാം, എല്ലാ സ്ഥലത്തും അങ്ങുണ്ട്. എന്നാലും അങ്ങ് ചോദിച്ചുകൊണ്ട് പറയുകയാണെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ധന്യമാകണമെന്നുണ്ടെങ്കിൽ, ദുഃഖമോ സുഖമോ ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ, ആരൊക്കെ എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞാലും അതിനൊന്നും നമ്മൾ പ്രതികരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാകണമെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ദാരിദ്ര്യമോ രോഗമോ കഷ്ടപ്പാടുകളോ ഒക്കെ വരുമ്പോൾ അതൊന്നും നമ്മളിലേക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സർവ്വത്തിലും ഈശ്വരനെ കാണാൻ നമുക്ക് കഴിയണം. അത് നിത്യ അഭ്യാസത്തിലൂടെ കഴിയും, അത് യോഗയിലൂടെ കഴിയും, ധ്യാനത്തിലൂടെ കഴിയും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ആര് പറഞ്ഞു തരുന്നു? വാൽമീകി മഹർഷി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഗുണമുണ്ട് എന്ന് പറഞ്ഞു. വെറുതെ വായിച്ചിട്ട് പോവുകയല്ല വേണ്ടത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതവും സ്വർഗമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.